ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പറമ്പിലുണ്ടായ പഴറ്റിക്ക കൊണ്ട് നല്ല ഒരു കായ ഫ്രൈ അല്ലെങ്കിൽ കായ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. ശരിക്കും കറി വെക്കാൻ നല്ലതാണ്. ചേർത്തലയൊക്കെ ഇതുപോലത്തെ കായ കറി വെക്കാനായിട്ട് എടുക്കും. എൻ്റെ നാട്ടിൽ ഹോട്ടലുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവർ കായ ഒരു ഉപ്പേരി ഉണ്ടാവും, അത് ഈ കായാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വൃന്ദാവൻ പോലെയുള്ള ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉപ്പേരി ഉണ്ടാവും, പക്ഷേ നല്ല ടേസ്റ്റാണ്. അവർ ചതച്ച മുളകൊക്കെ ഇട്ട് വറുത്ത് ആദ്യം തന്നെ നമ്മളിതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കണം. നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉണക്കമുളക് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു ഡിഷിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ഉള്ളി ഒന്ന് വഴന്നു വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കറിയിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ ഉണക്കമുളകും അതുപോലെ തന്നെ ചതച്ച മുളകുമാണ്. അപ്പോൾ എരിവിനനുസരിച്ചുള്ളത് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറിയ കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചതാണ്. അതിനുശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. എന്ന് വെച്ചാൽ ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിന് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഗ്രേവി പോലെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചക്ക ഫ്രൈ ആണിത്. വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിലാണ് പച്ചക്ക കറി വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് പച്ചക്ക നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അത് നമ്മുടെ സ്റ്റൊമക്ക് നല്ല ഫുള്ളായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് കഴിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു കിട്ടും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പച്ചയ്ക്ക ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ നമുക്ക് പൈസയും ലാഭിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു വാഴ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞങ്ങൾ കാര്യമായ കെയറൊന്നും ചെയ്യാതെ പറമ്പിൽ ഒരു മൂലയ്ക്ക് നിൽക്കുന്നൊരു സംഭവമാണിത്. ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയൊക്കെ പ്രതിരോധിക്കാനായിട്ടും സഹായകരമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഫുഡ് വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.